ദാവീദ് സഹോദരന്മാരിൽ വെച്ച് ഏറ്റവും ഇളയതായിരുന്നു. അവൻ ബാലകനായതുകൊണ്ട് സൈന്യത്തിൽ ചേരാൻ അവന് സാധിച്ചിരുന്നില്ല. പക്ഷെ ഒരു ധീരനായ യോദ്ധാവിന്റെ ധൈര്യം അവനുണ്ടായിരുന്നു. ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ അവനാവുമെന്ന് അവനുറപ്പായിരുന്നു. അവൻ എല്ലായ്പ്പോഴും ഒരു കവണ കൊണ്ടു നടന്നു. അവൻ യുദ്ധക്കളത്തിലേക്ക് ചെല്ലാൻ ഒരു പുഴ കടന്നപ്പോൾ അവിടെ നിന്നും വെള്ളാരം കല്ലുകൾ പെറുക്കിയെടുത്തു. എന്നിട്ട് തന്റെ കയ്യിലുള്ള ഒരു പൊതിക്കകത്ത് അവ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ വെറുമൊരു കവണയുമായി ഗോലിയാത്തിനെ നേരിടാൻ അവൻ യുദ്ധക്കളത്തിലെത്തി. അവൻ യുദ്ധക്കളത്തിലെത്തിയപ്പോൾ വീണ്ടും ഗോലിയാത്തിന്റെ മുഴങ്ങുന്ന ശബ്ദം കേട്ടു. അവൻ അടുത്തേക്ക് വരുമ്പോഴേക്കും ദാവീദ് കല്ലെടുത്ത് കവണയിൽ വെച്ച് കവണ വലിച്ചിട്ടു. ആ കല്ല് കൃത്യമായി ഗോലിയാത്തിന്റെ നെറ്റിയിലുള്ള മർമ്മത്ത് തന്നെ കൊണ്ടു. അവൻ അടിതെറ്റി താഴെ വീണു. പിന്നീട് വിജയത്തിന്റെ ആരവം എങ്ങും മുഴങ്ങി. പടയാളികൾ ഓടിച്ചെന്ന് ദാവീദിനെ പൊക്കിയെടുത്തു. അവർ അവനെ തോളിൽ വെച്ച് തങ്ങളുടെ പുതിയ നേതാവിനെ ജയഭേരി മുഴക്കിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു.